അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളിവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സഹോദരിയെ കാണാൻ പോയി. ആ സഹോദരി ചെറുപ്പത്തിലല്ല, ഏകദേശം ഒരു 20 വർഷത്തിലേറെ അധ്യാപികയായിട്ട് ജോലി ചെയ്തിരുന്നു. ആ സഹോദരിക്ക് പെട്ടെന്ന് ഒരു 3-4 വർഷം മുമ്പ് കാഴ്ചക്കൊരു കമ്മി വന്നു. ആ കമ്മി വന്ന് ആ സഹോദരി ചികിത്സക്കായിട്ട്, ആ സഹോദരിൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. കാരണം കല്യാണം കഴിച്ച് ഭർത്താവിന് രോഗിയാണ്, ഭർത്താവ് കിഡ്നി പോയി, അതുപോലെ കാല് മുറിച്ച്. അപ്പോൾ ആ സഹോദരി നല്ലോണം പിടിച്ചു നിൽക്കണം. കാരണം നല്ല തെക്കുവുള്ളൊരു സഹോദരിയാണ്. സ്വന്തമായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പോലും കഴിയണില്ല. ചൂടാക്കുന്ന സമയത്ത് കാഴ്ചയില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ തൊടുമ്പോൾ കൈ പൊള്ളുക, അതുപോലെ ഷാള് കത്തി പോവുക. അപ്പം അങ്ങനെയൊക്കെ പ്രയാസമുണ്ട് ആ സഹോദരിക്ക്. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ സഹോദരി അവിടെ കഴിഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞ് വേറൊരു സഹോദരൻ്റെ അടുത്ത്, ആ സഹോദരന് 21 വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്ത, ഇപ്പം 4 വർഷമായിട്ട് ഡയാലിസിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരൻ്റെ ഒരു കാലിൻ്റെ അടിഭാഗം മുറിച്ച്. ആ സഹോദരന് 3 മക്കളാണുള്ളത്. ഇപ്പം ഡയാലിസിനെ സംബന്ധിച്ച് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ തന്നെ 1000 ചില റുപ്യ ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യുന്നിടത്ത് തന്നെ ഓർക്ക് പോണേന് വണ്ടിക്കൂലിയായിട്ട് തന്നെ ഏകദേശം 400, 500, 600 റുപ്യൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡയാലിസിനും കൂടി പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1500, 2000 റുപ്യ മിനിമം എന്തായാലും ഒരു ഡയാലിസിന് വരും. അപ്പോൾ ഒരാഴ്ചയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3 ഡയാലിസിസ്, മാസത്തിലൊരു 12 ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കണക്ക് കൂട്ടിയൊക്കെയാണെങ്കിൽ ഒരു വരുമാനം ഇല്ലാത്തൊരു സഹോദരനെ, ഒരു കുടുംബത്തെ സംബന്ധിച്ച് നമ്മൾ എന്ത് കൊടുത്താലും ഓൽക്ക് മതിയാവില്ല. അപ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടുന്ന രോഗികൾക്കാണ് നമ്മൾ ബിസ്മിയിൽ മാസത്തിൽ കൃത്യമായിട്ട് ഓൽക്കൊരു പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് നമ്മൾ ബിസ്മി മാസത്തിൽ നമ്മൾ സക്കാത്തിൻ്റെ പൈസ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി സക്കാത്തിൻ്റെ പൈസ തരുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ജോലിയിൽ ഹൈറും ബർക്കത്തും കുടുംബജീവിതം സമാധാനവും നാളെ ജന്നാത്തുൽ ഫിർദൗസിലൊക്കെ അവരൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ. അത് കഴിഞ്ഞ് വേറൊരു സഹോദരൻ്റെ അടുത്ത് പോയി. ആ സഹോദരന് മരം നമ്മളിപ്പോൾ ഈർച്ച മില്ലിൽ പണിക്ക് പോകുമല്ലോ, 3 ആളും പാടെ അങ്ങനെ തോളിൽ വെച്ച് പോയതേന്. അപ്പോൾ ഒരു ചങ്ങായി പുതിയ ആളേന്, ഓനക്ക് അറിയില്ല വെച്ചാൽ ഓന് പെട്ടെന്ന് വെയിറ്റ് കൂടിയപ്പോൾ ഓനാണ്ട് പറയാതെ ഒഴിഞ്ഞു പോയി. അപ്പോൾ ആ സഹോദരൻ്റെ മേലിലേക്ക് വീണ് ഏകദേശം 17 വർഷമായിട്ട് ഇപ്പോൾ കിടപ്പിലാണ്. ഇപ്പോൾ ഇങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ട് ആ സഹോദരന് 3 കുട്ടികളുണ്ട്. അപ്പോൾ വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ വരുമാനമൊന്നും കൃത്യമായിട്ടില്ല. ഏതായാലും പഠിച്ചോൻ ഈ കൂട്ടായ്മ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. കാരണം ആവശ്യക്കാർ കുറേ ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ സമയം കണ്ടെത്തുക. അള്ളാഹു നമുക്ക് അതിനെല്ലാം തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.